ഹലോ ഫ്രണ്ട്സ്, എല്ലാം ക്യാമ്പസ് യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹാനോയിലാണുള്ളത്. അപ്പോൾ ഹാനോയിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഹാനോയ് ബേയിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൂർ ആക്ടിവിറ്റി ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഹാനോയിലെ ഓൾഡ് ക്വാർട്ടറിൽ നിന്ന് അവരുടെ ക്രൂയിസുകാരിൽ നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയും. അപ്പോൾ ഹാനോയിൽ നിന്ന് 2 മണിക്കൂറുണ്ട് ഹാലോങ് ബേയിലേക്ക്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, ഇത് വർത്താണ്, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണം. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ലിമോസിൻ ബസ്സിലാണ്. ലിമോസിൻ ബസ്സിന് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ട് ഫ്രം ടു, അതായത് റൗണ്ട് ട്രിപ്പ് ട്രാൻസ്ഫർ അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമ്മൾ പറയുന്ന സ്ഥലത്ത്, പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഹാനോയ് ഓൾഡ് ക്വാർട്ടറിൽ മാത്രമേ ഇവർ ആളെ പിക്ക് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കോമൺ പ്ലേസ് ഉണ്ട്, അവിടെ നമ്മൾ വന്ന് നിൽക്കണം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലം ഈ ഓൾഡ് ക്വാർട്ടറിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവർ വന്ന് പിക്ക് ചെയ്യും. അത് സമയം പറയും. രാവിലെ 9 മണിയൊക്കെയാണ് സാധാരണ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ യാത്രയുണ്ട് ഹാലോങ് ബേയിലേക്ക്. അപ്പോൾ ഹാനോയിൽ വരുന്നവരെല്ലാം, ഹാനോയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഹാനോയിൽ വരുന്നവർ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ക്രൂയിസ് പോവുക എന്നുള്ളത്. ക്രൂയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാൽഡീവ്സിലെ ലക്ഷറി റിസോർട്ടിലൊക്കെ താമസിക്കുന്ന പോലെ തന്നെ അടുപ്പിച്ചുള്ള റേറ്റൊക്കെ ആവാറുണ്ട്. അതിന് കുറച്ച് കുറവാണ്, എങ്കിലും ഏകദേശം അതിനോട് അടുപ്പിച്ച് ഉള്ള റേറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്രയും വർത്താണ് ഇത് സംഭവം എന്ന് നമുക്ക് പോകെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇടയ്ക്ക് ചെറിയ ഒരു ബ്രേക്ക് തന്നിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളമായി ഹാനോയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും ചെറിയ സ്നാക്സ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം, കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം. ബർഗർ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബസ്സുകളിലാണ് കൊണ്ടുവരുന്നത്. നമ്മൾ എടുത്ത ബസ് ദേ ഇരിക്കുന്നു, ഈ പച്ച ബസ്സാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ട് കയറാം. നല്ല അടിപൊളി ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. 3 മണിക്കൂർ യാത്രയുണ്ട്, അത് പോകുന്നത് നമ്മൾ അറിയത്തില്ല. ബേയിലേക്ക് പോകുന്നതിന് ഇടയ്ക്കായിട്ട് ഒരു 1/2 മണിക്കൂർ ഒരു ചെറിയ സ്റ്റോപ്പ് ഓവറുണ്ട്. സംഭവമൊന്നുമില്ല, ഒരു പേൾ ഫാം, മുത്ത ഫാം, അതിലേക്ക് ഉള്ള ഒരു വിസിറ്റിന് വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തും. ഈ എല്ലാ വണ്ടികളും നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിപ്പിയുടെ അകത്ത് നിന്ന്, ഈ ഷെല്ലിൻ്റെ അകത്ത് നിന്ന് ആ മുത്തെല്ലാം ഉണ്ടായി അതിനെയൊക്കെ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന, അത് ഓരോ സ്റ്റേജും അവർ നമുക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഷോപ്പും ഉണ്ട്. ഈ മുത്ത് കൊണ്ടുള്ള പലതരത്തിലുള്ള ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പും ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ്. എല്ലാം നല്ല കത്തി റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങാം. അപ്പോൾ ആ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. മുത്തുകൾ ചിപ്പിയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അതിനെ പിന്നെ പോളിഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ആ ഒരു സ്റ്റേജ് ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഈ ഒരു ഏരിയ അകത്തേക്ക് വരുമ്പോൾ നമുക്കത് കാശ് കൊടുത്ത് മേടിക്കാനുള്ള സംഭവമുണ്ട്. എല്ലാം നല്ല തരക്കേടില്ലാത്ത പ്രൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടിയ പ്രൈസാണ് എല്ലാത്തിനും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് മേടിക്കാം. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഐറ്റത്തിൻ്റെ പുറത്തും അതിൻ്റെ വിയറ്റ്നാമീസ് ഡോങ്ങിലുള്ള, ഇവിടുത്തെ കറൻസിയാണ് ഡോങ്ങിലുള്ള പ്രൈസും അതിൻ്റെ കറസ്പോണ്ടിങ് US ഡോളറിൽ അത് എത്ര വരുമെന്നും എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു സാധനം എടുക്കുവാണെങ്കിൽ 35,760 ഡോങ്ങാണ്. ഡോളർ എന്ന് പറയുമ്പോൾ 1490. ആ ഒരു റേഞ്ച് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം. ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. ഞങ്ങളെന്തായാലും ഒന്നും വാങ്ങിയില്ല.
എല്ലാം കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഒറിജിനൽ പാളാണ്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാകും. പിന്നെ ഇതുപോലുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടിലിരിക്കുന്നത് കൊണ്ട് ഒക്കെയുള്ള പ്രൈസ് ആയിരിക്കണം. എന്തായാലും ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. നമ്മൾ പോകുന്നത് ഈ ബസ്സിലാണ്. ഇതിൽ ക്രൂയിസിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്, ഡോറിസ് ക്രൂയിസ്. അവരുടെ ക്രൂയിസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെ ഹാനോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഹാനോയുടെ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് പോകുന്ന സെറ്റപ്പാണ്. റൗണ്ട് ട്രിപ്പ് ട്രാൻസ്ഫറിന് പലതരത്തിലുള്ള ഇതുണ്ട്. നമുക്കിപ്പോൾ പ്രൈവറ്റ് ട്രാൻസ്ഫറാണ് നമുക്ക് ഇഷ്ടം, നമ്മൾ മാത്രം ആയിട്ട് പോകുന്നതാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഷെയർ ട്രാൻസ്ഫർ ആണെങ്കിൽ വ്യത്യാസം വരും. ഷെയർ ട്രാൻസ്ഫർ തന്നെ ചെറിയ വാനും ഉണ്ട്, വലിയ ബസ്സും ഉണ്ട്. അപ്പോൾ അതാണേലും വ്യത്യാസം വരും. പിന്നെ 3 മണിക്കൂർ എടുത്തില്ല, ഒരു 2-2.25 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹാലോങ് ബേയിൽ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്രൂയിസുകളുടെ ഓഫീസുകളും നമ്മൾ ചെറിയ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മറീനയിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചെറിയ ബോട്ടിൽ കയറ്റി ചെക്ക് ഇൻ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിൽ കയറ്റി ക്രൂസ് കുറച്ച് അകത്തേക്ക് ആണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും അത് നേരിട്ട് കാണാം. നിങ്ങളുടെ അടുത്ത് അതിന് മുന്നേ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ എത്തി ക്രൂയിസിൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ചെക്കിനൊക്കെ ആയിട്ട് നമ്മൾ ബോട്ടിൽ ക്രൂയിസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. ഇവരെല്ലാവരും ടേൺ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതാണ് മറീന. ഇവിടെ നിന്ന് നമ്മുടെ ബാഗ് എല്ലാം ആൾറെഡി ഈ ബോട്ടിൽ കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഈ ബോട്ടിൽ നമ്മുടെ ബാഗ് എല്ലാം കൊണ്ടുവച്ച് ഒരു ടാഗൊക്കെ ഇട്ട് തന്ന് അത് നമ്മുടെ കയ്യിൽ തന്ന് ഇതൊക്കെ വെച്ച് തന്നിട്ട് നേരെ നമ്മളെ ക്രൂയിസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിന് കുറച്ച് താമസമുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ മറീനയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ നമ്മളെന്തെങ്കിലും പേയ്മെൻറ്റൊക്കെ പെൻഡിങ് ഉണ്ട്, എന്തെങ്കിലും ട്രാൻസ്ഫറിൻ്റെ കാശ് കൊടുക്കാനുണ്ട്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആണ് ഇവിടെ പേ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ അവർ ആ റെസിപ്റ്റിൽ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീലും ഇട്ട് തന്നിട്ട് നമ്മളെ ക്രൂയിസിൽ കൊണ്ടുപോകാനായിട്ട് ഈ ബോട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡേ ക്രൂയിസ്, 1 ഡേ ക്രൂയിസൊക്കെ എടുക്കുന്നവർക്ക് ഇതുപോലുള്ള ബോട്ടുകളാണ്, ഈ എൻ്റെ മുമ്പിൽ കാണുന്ന പോലുള്ള ബോട്ടുകളാണ് കൊണ്ടുപോകുന്നത്. ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലവും ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ ഡക്കുമാണ് ഉള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിവറേജസ്, അതായത് ഇപ്പോൾ വെള്ളം, അതുപോലെ ബിയർ, അതുപോലുള്ള സാധനങ്ങൾ, ചിപ്സ്, അതുപോലുള്ള സാധനങ്ങൾ, ഇതിനൊക്കെ നമ്മൾ കാശ് കൊടുക്കണം, എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ സേഫർ സൈഡ് നമുക്ക് ഒരു 2 വലിയ ബോട്ടിൽ നമ്മുടെ ആളുടെ എണ്ണം അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് വെച്ചിട്ട് നമുക്ക് 2-3 ബോട്ടിൽ വെള്ളമൊക്കെ ഇവിടെ പുറത്ത് മാർട്ടുണ്ട്, അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ നേരെ ഈ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അതിൻ്റെ മാർട്ടുള്ളത്, അവിടെ നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ ക്രൂസിൻ്റെ അകത്തു നിന്നാകുമ്പോൾ നല്ല റേറ്റ് വരും, വ്യത്യാസം വരും. ഇവിടെ പുറത്തു നിന്നാകുമ്പോഴും പുറത്തു നിന്നും സാധാരണ പുറത്ത് നമ്മുടെ ഇപ്പോൾ ഹാനോയ് സിറ്റിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു റേഞ്ച് ആയിരിക്കില്ല. ഒരു 10,000 ഡോങ് ഒക്കെയാണ് എക്സ്ട്രാ മേടിക്കുന്നത്. അതായത് ഇപ്പോൾ 15,000 ഡോങ്ങിൻ്റെ വെള്ളക്കുപ്പി, 1.5 ലിറ്റർ വെള്ളക്കുപ്പിക്ക് ഇവിടെ 25,000 ഡോങ്ങാണ് മേടിച്ചത്. ബോട്ടിലേക്ക് നമ്മൾ ആനയിച്ച് കൊണ്ടുപോവാണ്. ഇതല്ല നമ്മുടെ ക്രൂസ്, നമ്മൾ ഈ ബോട്ടിൽ കയറ്റി ക്രൂസ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്തത് ഈ ബോട്ടിലാണ് നമ്മുടെ ലഗേജ് ഇരിക്കുന്നത്, അതിൽ തന്നെയാണ് നമ്മൾ കയറുന്നത്. ഇതാണ്, ഇങ്ങനെ ഇതിലിരുന്ന് നമ്മളങ്ങ് പോവുകയാണ്. So another time, warm welcome to Northeast Vietnam, to Ha Bay, Lan Ha Bay, and to our cruise, Doris Cruise as well. And I'd like to introduce myself. My Vietnamese name is Dien Nguyen, D-I-E-N Nguyen. Yeah, you can spell Dien. The river under the bridge considered as the neck of the dragon. Yeah, and the mother dragon includes 775 most beautiful islands at the center. Is also the UNESCO's. ആ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ക്രൂയിസ്. അപ്പോൾ അത് ഈ ബോട്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ ആഗസ്റ്റിനെ എല്ലാം വെൽക്കം ചെയ്യാനായിട്ട് അവരെല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ നിൽക്കുവാണ് ആ ഡെക്കിൽ.
you can see another ഇവിടെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് സംഭവം എന്തെങ്കിലും കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ലഞ്ചിൻ്റെ ടൈമാണ്. നേരെ നമ്മളെ കൊണ്ടുവരുന്നത് ഈ ഒരു ഡെക്കിലേക്കാണ്. ഇവിടെ ബുഫേ സെറ്റപ്പാണ്. അപ്പോൾ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ആണിത്. ഈ ഒരു ഓർഡറിൽ അവർ ഫുഡ് സെർവ് ചെയ്യും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പ്ലേറ്റൊക്കെ റെഡിയാക്കി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ക്രൂയിസിൽ ലഞ്ചിൻ്റെ ഫസ്റ്റ് ഐറ്റം ഈ കാണുന്ന ഹാലോങ് സീ ഫുഡ് സൂപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് മാംഗോ സാലഡ്, പിന്നെ ഒരു സ്പ്രിംഗ് റോള്. ഇതിൽ ബീഫും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിഷ് സോസും വന്നിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഐറ്റം വന്ന് ഇത് സ്ക്വിഡിൻ്റെ പൈ ആണ്. ഇത് വിയറ്റ്നാമീസ് സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. അടുത്ത ഐറ്റം ഗ്രിൽഡ് ഫിഷാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്ന് കഴിച്ച് തീരുന്ന സമയത്താണ് അടുത്തടുത്ത സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. ഇത് ബുഫേ സെറ്റപ്പല്ല. ഇത് ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് അവരടുത്ത സാധനം, അത് ഇത്ര പോർഷനാണ് ഇത്ര ആൾക്ക്, അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് വീണ്ടും ചോദിച്ച് ഒന്നും അവർ കൊണ്ട് തരത്തില്ല. ഇനി നമുക്ക് റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. റൂം ഇപ്പോൾ ഫാമിലി റൂമാണ്, ഫാമിലി സ്യൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 അഡൽസും ഒരു കിഡിനും കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് റൂം. 2 റൂമാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാതിലിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത റൂമിലും പോവും. ഇതാണ് മറ്റൊരു റൂം. ഇവർ കപ്പിൾസിന് വേണ്ടി ഇങ്ങനെ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. TV അതുപോലുള്ള എല്ലായിടത്തും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു ടബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബാത്റൂം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബെയ്ഡ് ആ ഒരു ഇത് കാണാൻ പറ്റും. അങ്ങനെയല്ല, ഇത്രയും വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ലോക്കും ചെയ്യാം ആണ് സംഭവം. പിന്നെ ഇവിടുന്ന് പുറത്തൊരു ബാൽക്കണിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്തിറങ്ങി ഇവിടെ വന്നിരുന്ന ഈ ഹാലോങ് ബേയിലെ കാഴ്ചകളല്ല. ഇത് ലാൻഹ ബേ എന്ന് പറയുന്ന സ്ഥലമാണ്. ഹാലോങ് ബേയും ഉണ്ട്, ലാൻഹ ബേയും ഉണ്ട്. അപ്പോൾ ഇത് ലാൻഹ ബേയിലാണ് നമ്മുടെ ഈ ക്രൂയിസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. ഇവിടെ ഇരുന്ന് സൺസെറ്റോ അതുപോലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ക്രൂയിസിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഞാൻ ആ ഡെക്കൊക്കെ കാണിച്ചു തന്നല്ലോ, റിസപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വച്ചിട്ട് നമ്മളെ വെൽക്കം ഒക്കെ ചെയ്ത് ഒരു വെറ്റ് ടവലൊക്കെ തന്നു. അതിന് ശേഷം നേരെ അവരുടെ ഫുഡ് കൊടുക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് ചെന്നിരുത്തിയിട്ട് അവിടുന്ന് ആ പറഞ്ഞ ആ ലിസ്റ്റിലുള്ള ഫുഡ് മാത്രം, വേറെ യാതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത്, ആ ഫുഡ് മാത്രം അവർ സെർവ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റീസ് ഈ ഒരു പാക്കേജിലുള്ള, അതായത് 2 days 1 night പാക്കേജിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചെറിയ പേപ്പറും ഒക്കെ നമ്മൾ കൊണ്ട് കാണിച്ചു. അത് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സമയത്ത് ഓരോ സംഭവങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയമാകുമ്പോൾ നമ്മൾ അവിടെ റിസപ്ഷൻ ഏരിയയിൽ ചെല്ലണം. ആ സമയത്ത് അവരത് നമുക്ക് അതിനുവേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഫാമിലി ആയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ അപ്പൂസ് യാത്രികനിലെ അപ്പൂസ് എന്ന് പറയുന്നത് എൻ്റെ മകനാണ്. അപ്പോൾ ഞാനും മകനും വൈഫും എൻ്റെ അമ്മയായിട്ടാണ് ഈ ഒരു പാക്കേജ് എടുത്തിരിക്കുന്നത്. 1 ഡേ ട്രിപ്പ് അധികം ആരും ഫാമിലി ആയിട്ട് വരുന്നവരങ്ങനെ, അതായത് ഈ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളവരായിട്ട് വരുന്നവർ അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരു പെട്ടെന്നൊന്നും തീരുന്ന ഒരു സംഭവമാണ്, ഹറിബറി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് പകരം ഇവിടെ സ്റ്റേ ചെയ്ത് എടുക്കുന്ന തരത്തിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ജക്കൂസിയിലേക്ക് വന്നിട്ടുണ്ട്. ജക്കൂസി 8 മണി വരെയാണ് ഈ ക്രൂയിസിൽ ജക്കൂസിയുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ജക്കൂസിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത്. ഈ ക്രൂയിസ് എന്ന് പറയുമ്പോഴേ മൊത്തം ഈ പറഞ്ഞ ലൻഹാ ബേയിലൊക്കെ ഉള്ള ക്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. വേറെ അങ്ങനെ ആക്ടിവിറ്റീസും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ഈ ഹാലോങ് ബേയിലെ ക്രൂയിസിലാണ് ചില ഐലൻഡ്സിലൊക്കെ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ടീ ടോപ്പ് ഐലൻഡ്സിലൊക്കെ കൊണ്ടുപോയി ഹാലോങ് ബേയുടെ 360 ഡിഗ്രി വ്യൂ കിട്ടുമെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ജക്കൂസിയിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്, ഞാനും നമ്മുടെ അപ്പൂസും. ജക്കൂസിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് ഒരു സൺസെറ്റ് പാർട്ടി ഉണ്ട് ഏറ്റവും ടോപ്പ് ഡെക്കിൽ. അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ കുക്കിംഗ് ക്ലാസ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ആ ഒരു റേറ്റിൽ വരുന്ന കാര്യങ്ങളാണ് അത് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നു. അതിൽ ഉൾപ്പെടുന്ന കുറച്ച് സ്നാക്സ് ഐറ്റംസ്, ടീ, കേക്ക് അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്കായിട്ടാണ് അടുത്ത് പോകാൻ പോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പുറത്തുള്ള വ്യൂ ആണിത്. നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള ഹൗസ് ബോട്ടൊക്കെ സെറ്റപ്പ് പോലെ തന്നെയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാം ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കി ഇട്ടിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളെല്ലാം അവിടെ കിടന്നിട്ടാണ്, അവിടെ നങ്കൂരം ഇട്ടിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം നടത്തുന്നത്. അങ്ങനെ ചായ സൽക്കാരത്തിന് അപ്പർ ഡെക്കിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ആൾറെഡി ആൾക്കാർ ഒരുപാടെല്ലാം വന്ന് ഓരോ സ്ഥലങ്ങളെല്ലാം സീറ്റുകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ടങ്ങ് പോയി അവിടെ അങ്ങ് സെറ്റിൽ ആവാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് സ്നാക്ക് ഐറ്റംസാണ് ഉള്ളത്. അതായത് ഈ ചായ സമയമായതുകൊണ്ട് പീനട്ട്സ്, നമ്മുടെ കപ്പലണ്ടി, പിന്നെ ബ്രെഡ് പോലത്തെ ഒരു സാധനം, ഇത് ബിസ്ക്കറ്റ്, പിന്നെ പഴം, ഇതുപോലുള്ള സംഭവങ്ങൾ. ഇത് ജ്യൂസാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഇവിടെ ഡ്രിങ്ക്സും ഒരുപാട് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരുടെ മെനു നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. സ്നാക്സൊക്കെ ഫ്രീ ആണ്, ബട്ട് ഡ്രിങ്ക്സിനെല്ലാം കാശ് കൊടുക്കണം. അടുത്ത് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് ക്ലാസ്സാണ്. സംഭവം വേറൊന്നുമല്ല, അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വിയറ്റ്നാമീസ് ഡിഷ് നമ്മളെ കൊണ്ട് ആദ്യം അവർ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചിട്ട് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഹാൻഡ്സ് ഓൺ നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ സംഗതി വേറൊന്നുമല്ല, ഒരു സ്പ്രിങ് റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഒരു റൈസിൻ്റെ പോലെ ഒരു എന്താ പറയുക ഔട്ടർ കവറിങ് വരും. അതിൻ്റെ അകത്ത് മീറ്റും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒരു ഷെഫും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഈ നിൽക്കുന്നതാണ് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കുന്ന പുള്ളിയാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ക്രൂയിസിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും. അപ്പോൾ ആൾക്കാരെല്ലാം ആദ്യം ഷെഫ് ഒരെണ്ണം ഉണ്ടാക്കി തരികയാണ്. അതെല്ലാം നോക്കി നമ്മളടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് 4-5 പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഷെഫ് നമുക്ക് കാണിച്ചു തരും. Also, both tighten to make the ingredients together. Yep. After like a 1/3 of rice paper bubble, then we fold up both sides. ഓരോരുത്തരായിട്ട് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സാധനം അവരിത് ഇവിടെ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ പ്ലേറ്റിലായിട്ട് അവർ കൊണ്ട് വിളമ്പും. ഇപ്പോഴും ആൾക്കാർ അവർ ട്രൈ ചെയ്യുകയാണ് ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതായിരുന്നു ആ ഈവനിങ്ങിൽ നടന്നത്. ഇനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ ടൈം സ്റ്റാർട്ടാവും. അപ്പോൾ ഡിന്നറിന് എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് നോക്കാം. ലഞ്ച് പോലെയല്ല, ഡിന്നർ ബുഫേ സെറ്റപ്പാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യത്തിന് ഫുഡ് എടുത്ത് കഴിക്കാവുന്ന ഒരു സെറ്റപ്പാണ് ഡിന്നർ എന്ന് പറയുന്നത്.
ഡിന്നർ ബുഫേ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൈപ്പിലുള്ള ഡിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അതുണ്ട്, അല്ല റൈസ് പോലുള്ള സാധനങ്ങൾ, പിന്നെ ദാൽ, നമ്മളെ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ദാലുണ്ട്, പിന്നെ സീ ഫുഡിലാണെങ്കിൽ ഓയിസ്റ്റർ ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കാശ് സ്പെൻഡ് ചെയ്താലും നല്ല നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ അവർ സെർവ് ചെയ്തത്. ഇതിപ്പോൾ പല ടൈപ്പ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് സലാഡ്സ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ സലാഡ് സെഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സലാഡും ഉണ്ട്, അല്ലാതെ വെജിറ്റബിൾസ് എല്ലാം മിക്സഡ് വെജിറ്റബിൾസിൻ്റെ സലാഡുണ്ട്, പിന്നെ ഫ്രൈസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ സാധനങ്ങളുണ്ട്, സീ ഫുഡ് പോലത്തെ സംഭവങ്ങളുണ്ട്, ബ്രെഡ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഈ വെർമസെല്ലി അഥവാ സേമിയൊക്കെ വെച്ചിട്ടുള്ള ചില ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ഡിഷുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഓയിസ്റ്റർ. ഇതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറച്ച് വച്ചിട്ടുള്ള ഒരു ഡിന്നർ ബുഫേ ആയിരുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സംഭവം വേറൊന്നുമല്ല, കണവയെ പിടിക്കാനുള്ള പ്രയത്നത്തിലാണ്. കുറച്ച് നേരം നമുക്ക് ഈ ഒരു ചൂണ്ട ഇവരിവിടെ നിന്ന് തരും. അത് നമ്മളെങ്ങനെ അത് ബോട്ടിൻ്റെ ഡക്കിൽ വന്ന് നിന്നിട്ട് നമ്മളത് ചൂണ്ടയിടുകയാണ്. ചൂണ്ട ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് ചൂണ്ടയിടുന്ന സമയത്ത് സ്ക്വിഡ് വരുമെന്നും, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കണവ വരുമെന്നും, അപ്പോൾ അത് ഈ കുളത്തിൽ കൊത്തുമ്പോൾ നമ്മളതിനെ വലിച്ചെടുക്കണമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കുറച്ച് നേരമായി ഇതിപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ പോലെ തീയും വന്നില്ല ജ്യോതിയും വന്നില്ല എന്ന് പറയുന്ന പോലെ സ്ക്വിഡ് പോയിട്ടൊരു നെത്തോലി പോലും കൊത്തുന്നില്ല. എന്നാലും ചുമ്മാ ഒരു രസം. അപ്പോൾ ഇത് ഈ ലാൻഹ ബേയിലുള്ള ഒരു ക്രൂയിസിലെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാലോങ് ബേയിലാണെങ്കിൽ ചില ഐലൻഡ് ടൂറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെയിലും ഒരു ഐലൻഡ് ടൂറ് നാളെ രാവിലെ 8 മണിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോ കുറച്ചൊന്ന് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് 2 ദിവസം ഒരു അല്ല 2 പകൽ ഒരു രാത്രി അതിൻ്റെ കാര്യമൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ നീണ്ടു പോകുന്നത്. ഒരുപാട് ഡ്യൂറേഷൻ വരുവാണെങ്കിൽ ഞാനിത് 2 പാർട്ടായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഹാലോങ് ബേ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ പരിപാടി വച്ച് നിർത്താം എന്നാണ് എൻ്റെ അന്തരംഗം എന്നോട് പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, സ്ക്വിഡ് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ യാതൊന്നിനെയും കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 10-15 മിനിറ്റ്, ഇപ്പോഴും കുറച്ച് പേര് ഇപ്പോഴും അതവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ പരിപാടിയൊക്കെ വച്ച് നിർത്തി. ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇനി ഡിന്നറും ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ കാഴ്ചകൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ബൈ പറയുകയാണ്. മിക്കവാറും ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. നാളത്തെ കാഴ്ച നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.